ആലപ്പുഴ ചമ്പക്കുളത്ത് വഴിയും വഴിവിളക്കുമില്ലാതെ ദുരിതത്തിലായി കുടുംബങ്ങൾ. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പുന്നക്കുന്നത്തുശ്ശേരിയിലെ കുറ്റ്മുട്ട് മുതൽ ചുരത്തര നഗർ വരെയുള്ള വഴിയാണ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ തകർന്ന നിലയിലുള്ളത്. ഇത് ഞങ്ങൾക്ക് ലൈഫിൻ്റെ പദ്ധതി തര കിട്ടിയ ഒരു സ്ഥലമാണിത്. ചമ്പക്കുളം പഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൽ മായ മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ വഴിയിലേക്കില്ല, വെളിച്ചമില്ല, വഴി കൂടെ പോകാനൊക്കുന്നില്ല. ഈ പാടശേഖരങ്ങളിൽ വെള്ളം കയറി കഴിയുമ്പം ഈ വഴി കൂടെ വരെ പോള കയറി ജന്തുക്കളുടെ ശല്യം കൊണ്ടാണെങ്കിൽ അതങ്ങനെ കുട്ടികളുണ്ട്, അതുങ്ങൾക്ക് പോലും സ്കൂളിൽ പോലും പോകാൻ മേലാത്തൊരു അവസരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇപ്പോഴാണ് കാണേണ്ടത്. ഈ പാടശേഖരങ്ങളിൽ വന്ന് കൂടുന്ന നെല്ലുകൾ ഞങ്ങളുടെ ഈ ഫ്രണ്ടിലാണ് വന്ന് കൂടുന്നത്. മൊത്തം ഈ നെല്ലുകൾ മൊത്തം കയറി പോകുന്നത് ഈ വഴി കൂടെ പോയി ഇവർ വണ്ടിയെ ട്രിപ്പ് അടിച്ചാണ് ഈ നെല്ലും കൊണ്ട് മൊത്തം കൊണ്ടുപോയിരിക്കുന്നത്. ഈ വർഷാവർഷം നെല്ലുകൾ കയറി പോകുന്നത് അതനുസരിച്ച് ഈ വഴികൾ മൊത്തം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാടശേഖരക്കാർ പോലും അതിനെപ്പറ്റി തിരക്കാനോ എടുക്കാനോ അവരാരും തയ്യാറാകുന്നില്ല. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കാർ പോലും അതൊന്നും തിരക്കാനോ എടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. വഴി സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനാവാതെ വന്നതോടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മാണം ആരംഭിച്ച പലർക്കും അത് പൂർത്തിയാക്കാനും സാധിച്ചില്ല. ഇപ്പം ഈ പറയുന്നപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് തന്നിരിക്കുന്ന ഈ ലൈഫ് പദ്ധതി തന്നിരിക്കുന്ന ഈ പ്രദേശത്ത് വന്നിരിക്കുന്ന ഞങ്ങൾ 2 കൂട്ടരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ കെട്ടാതെ കിടക്കുന്ന സ്ഥലം മാത്രം മേടിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പോലും ഒരു അന്വേഷണം പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് മെമ്പർ. ഇതൊക്കെ തിരക്കേണ്ട ഒരു കാര്യമില്ലേ? ഇതൊക്കെ തിരക്കാത്തതിന് എന്ത് കാരണമാണ്? ഈ പാവം പിടിച്ച ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട് ഈ ധർമ്മസങ്കടത്തിൽ ആക്കിയിട്ട് ഇവരുടെയൊക്കെ ഒരു സംരക്ഷണം ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടലല്ലേ ഈ ജനങ്ങളൊക്കെ വന്ന് ഇതിന് ഈ വഴിയിലൊക്കെ വന്നു പോയത്. അതിന് പോലും ഈ പഞ്ചായത്ത് മെമ്പർക്കൊന്നും തിരക്കാനോ എടുക്കാനോ ഒരു സാന്നിധ്യം ഇല്ലാത്തൊരു മെമ്പറാണ് ഇത്. പ്രദേശത്ത് തെരുവ് വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മഴക്കാലം ആരംഭിച്ചതോടെ വഴിയിൽ വെള്ളക്കെട്ടാണ്. സ്കൂൾ തുറക്കാനിരിക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയാത്ത അവസ്ഥയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.